ഗുരുവായൂർ നഗരസഭ ബജറ്റ് ഊതിപ്പെരുപ്പിച്ചതാണെന്ന് ആരോപിച്ച് ഓട്ട ബക്കറ്റുമായി UDF അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ കൌൺസിലർമാരുടെ വിയോജിപ്പോടെ ബജറ്റ് പാസാക്കി. ഗുരുവായൂർ നഗരസഭ ബജറ്റ് എന്നെഴുതിയ ഓട്ട ബക്കറ്റുകളുമായാണ് UDF കൌൺസിലർമാർ ബജറ്റ് ചർച്ചയ്ക്ക് എത്തിയത്. പഴയ ബജറ്റുകളിലെ ആവർത്തനവും നടക്കാത്ത പദ്ധതികളും നിരത്തിയതാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആരോപിച്ചു. 2010 മുതലുള്ള ബജറ്റുകളുടെ കോപ്പികളുമായാണ് പ്രതിപക്ഷം എത്തിയത്. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ടർഫ് കായിക പ്രേമികളുടെ സ്വപ്നം തല്ലിക്കെടുത്തുന്നതാണ്. ഫുട്ബോൾ കളിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ടർഫ് നിർമ്മിച്ചിരിക്കുന്നത്. കായിക പ്രേമികളുടെ കൂമ്പ് നുള്ളുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിച്ചത്. 2010 മുതൽ കുട്ടാടൻ പാടശേഖരത്തിന് ലക്ഷങ്ങൾ ബജറ്റിൽ വകയിരുത്തുന്നുണ്ട്. എന്നാൽ പാടശേഖരത്തിൽ നാടൻപാട്ടും കലാമേളയും നടത്തുന്നതല്ലാതെ യാതൊരു വികസനവും ഇതുവരെ സാധ്യമായിട്ടില്ല. വർഷം 1 ലക്ഷം വൃക്ഷം എന്ന പദ്ധതി പ്രകാരം ഒരു മരം പോലും നട്ടുപിടിപ്പിക്കാതെ നഗരസഭാ ഓഫീസിലെ തണൽ മരങ്ങൾ മുറിച്ചു നീക്കുകയാണ് ചെയ്തത്. ലക്ഷങ്ങൾ ചെലവിട്ട് വലിയ തോട് വൃത്തിയാക്കിയെങ്കിലും മാലിന്യമാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളെയും അവഗണിക്കുന്ന കോപ്പിയടി പുസ്തകം മാത്രമായാണ് ബജറ്റിനെ കാണാനാകുന്നതെന്നും ഉദയൻ ആരോപിച്ചു. ബജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർമാൻ തന്നെ കൗൺസിലർമാരുടെ ചോദ്യത്തിന് മറുപടി നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതെ ചെയർമാൻ മറുപടി പറഞ്ഞതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങിയത്. ബഹളം രൂക്ഷമായതോടെ മൈക്ക് ഓഫ് ചെയ്യുകയും പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തുകയുമായിരുന്നു. BJP കൗൺസിലർമാർ ബജറ്റ് ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. സ്വതന്ത്ര കൗൺസിലർ PK ശാന്തകുമാരിയും ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം ഗുരുവായൂരിൻ്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുന്നതാണ് ബജറ്റെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ.